ഞാൻ ചക്കിട്ടപാറ LP സ്കൂളിലാണ് ഞാൻ 1 മുതൽ 5ാം ക്ലാസ് വരെ പഠിച്ചത്. ആ സമയത്ത് ഞാൻ സ്പോർട്സിന് പങ്കെടുക്കുമായിരുന്നു. കാരണം എനിക്ക് സ്പോർട്സിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നു, അതിനോടൊരു പാഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ട്രെയിനിങ് ഒന്നും കിട്ടിയില്ലെങ്കിലും സ്കൂളിലെ കോമ്പറ്റീഷനിലെല്ലാം ഞാൻ പങ്കെടുക്കുമായിരുന്നു. അങ്ങനെ ഒരു 5ാം ക്ലാസ്സൊക്കെ എത്തിയപ്പോഴാണ് വീടിൻ്റെ അടുത്തുള്ള ജിതേഷ് എന്ന് പറഞ്ഞ ആൾ എന്നെ ട്രെയിനിങ് ചെയ്യാൻ വേണ്ടിയിട്ട്, ട്രെയിനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഓടാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ടുപോയിരുന്നു. നിർബന്ധപൂർവ്വമായിരുന്നു ജിതേഷ് എന്നെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതിന് ശേഷം എനിക്കും ആ ഒരു താല്പര്യം എനിക്കും ഉണ്ടായി. അങ്ങനെ ഞാൻ 3-4 വർഷം ജിതേഷിനൂടെ എന്നും രാവിലെ ഓടാൻ വേണ്ടി പോകുമായിരുന്നു. ആ സമയങ്ങളിലെല്ലാം ഞാൻ കോമ്പറ്റീഷൻ പങ്കെടുക്കുമായിരുന്നു. പക്ഷേ പ്രൈസൊന്നും എനിക്ക് കിട്ടാറില്ലായിരുന്നു. എൻ്റെ ആദ്യത്തെ ജില്ലാ കോമ്പറ്റീഷനിൽ എനിക്ക് പ്രൈസ് കിട്ടുന്നത് ഒരു തേർഡ് കിട്ടുന്നത് 9ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. അതുപോലെ ആ ഒരു 9ാം ക്ലാസ്സിലെ തേർഡ് വെച്ചിട്ടാണ് ഞാൻ സ്പോർട്സ് കോട്ടയിൽ ഞാൻ +2 അഡ്മിഷൻ എനിക്ക് കിട്ടുന്നത്. അതിനുശേഷം പീറ്റർ സാറിനെ കണ്ടുമുട്ടി. പീറ്റർ സാറിൻ്റെ അടുത്ത് 1 വർഷം ട്രെയിനിങ് ചെയ്തു. അപ്പം പീറ്റർ സാറിൻ്റെ അടുത്ത് എത്തിയപ്പോൾ എനിക്ക് 1 വർഷം മുഴുവനായിട്ടുള്ളൊരു ട്രെയിനിങ് കിട്ടി. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എനിക്ക് പെട്ടെന്ന് തന്നെ ജില്ലയിലും സ്റ്റേറ്റിലും അതുപോലെ നാഷണലിലും ഗോൾഡ് മെഡൽ വന്നു. അതിനുശേഷം ഞാൻ കോളേജിലേക്ക് പോയി. ബസേലിയസ് കോളേജിലാണ് പഠിച്ചത്, മാർ ബസേലിയസ് കോളേജ് കോട്ടയം. അവിടെ ഇമ്മാനുവൽ സാറിൻ്റെ കൂടെ, ഡോക്ടർ ജോർജ് ഇമ്മാനുവൽ സാറിൻ്റെ കൂടെ 1 വർഷം ട്രെയിനിങ് ചെയ്തു. അതിനുശേഷം ഞാൻ 18ാമത്തെ വയസ്സിലാണ് ഇന്ത്യൻ ആർമിയിൽ ഹൈദരാബാദിലെ ആർട്ടിലറി സെൻറ്ററിൽ ജോയിൻ ചെയ്തത്. അവിടെ നിന്ന് 1 വർഷത്തെ ആർമിയുടെ ട്രെയിനിങ്ങിന് ശേഷം പിന്നെ ഞാൻ കോമ്പറ്റീഷൻ പങ്കെടുത്തു തുടങ്ങി. 2010 ജൂനിയർ നാഷണലിൽ ഗോൾഡ് മെഡൽ വന്നു. ഫസ്റ്റ് സീനിയർ നാഷണൽ മെഡൽ വരുന്നത് 2012 നാഷണൽ ഇൻ്റർ സ്റ്റേറ്റ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലാണ്. അതിനകത്ത് 800 മീറ്റർ 147 ഓടി സിൽവർ മെഡൽ വന്നു. അതായിരുന്നു എൻ്റെ ഒരു ഫസ്റ്റത്തെ സീനിയർ നാഷണൽ മെഡൽ. അതിനുശേഷം എനിക്ക് നാഷണൽ ക്യാമ്പിലേക്ക് സെലക്ഷൻ കിട്ടി. ബാംഗ്ലൂരായിരുന്നു എൻ്റെ ട്രെയിനിങ്. പിന്നെ ഞാൻ എൻ്റെ ഇൻ്റർനാഷണൽ ഫസ്റ്റ് ഇന്ത്യനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് 2015 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലാണ്. ആ ഫസ്റ്റ് ഇൻ്റർനാഷണലിൽ തന്നെ എനിക്ക് സിൽവർ മെഡൽ ഇന്ത്യക്കായിട്ട് വിൻ ചെയ്യാൻ വേണ്ടി സാധിച്ചു. പിന്നീടുള്ള മേജർ കോമ്പറ്റീഷൻ 2016 ഒളിമ്പിക്സ് ക്വാളിഫൈ ആയി. അതൊരു നല്ലൊരു ഓർമ്മയായിരുന്നു. ഒളിമ്പിക്സിൻ്റെ ലാസ്റ്റ് ഡേറ്റിലായിരുന്നു ഞാൻ ബാംഗ്ലൂരിലെ ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിൽ ഒളിമ്പിക്സിന് ക്വാളിഫൈ ആവുന്നത്. പിന്നെ അതിനുശേഷം 2017 ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ബ്രോൺസ് മെഡൽ വന്നു. ആ സമയത്തൊക്കെ കണ്ണൂർ പുളിക്കോം സ്വദേശി മുഹമ്മദ് കുഞ്ഞി സാറിൻ്റെ കൂടെയായിരുന്നു ട്രെയിനിങ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം 2018 ദ്രോണാചാര്യ അവാർഡി JS ഭാട്ടിയ സാറിൻ്റെ കൂടെ ട്രെയിനിങ് ചെയ്യാൻ ആരംഭിച്ചു. PT ഉഷ, ഷൈനി വിൽസൺ, റോസക്കുട്ടി ഇവരൊക്കെ ട്രെയിനിങ് ചെയ്യിപ്പിച്ച ഒരു സീനിയർ കോച്ചായിരുന്നു ഭാട്ടിയ സാറ്. ഭാട്ടിയ സാറിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് എനിക്ക് നാഷണൽ റെക്കോർഡ് 1500 മീറ്ററിൻ്റെയും 800 മീറ്ററിൻ്റെയും ബ്രേക്ക് ചെയ്യാൻ സാധിച്ചത്. അതുപോലെ ഏഷ്യൻ ഗെയിംസിൽ ഗോൾഡ് സിൽവർ വന്നു. കോമൺവെൽത്ത് ഗെയിംസിൽ 5th വന്നു. അതിനുശേഷം ഞാൻ സ്വന്തമായിട്ട് റിയലൈസ് ചെയ്തു കുറച്ചുകൂടി ഒരു ബെറ്റർ ട്രെയിനിങ് ചെയ്യണം, ബെറ്റർ കോച്ചിനോട് പോകണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ US കൊളറാഡോ സ്പ്രിങ്ങിൽ എന്നെ ട്രെയിനിങ്ങിനായിട്ട് അയച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ അവിടുത്തെ ക്ലൈമറ്റിൻ്റെ ഇതായിട്ട് എനിക്ക് ടെൻഡൻ ഇഞ്ചുറി വന്നു. പിന്നെ ഞാൻ തിരിച്ച് ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചു വന്നു. അതിനുശേഷം ഞാൻ കോമ്പറ്റീഷൻ ചെയ്തത് ഈ സംഭവം നടക്കുന്നത് 2019 2019 ഡിസംബറാണ്. അതിനുശേഷം നല്ലൊരു ഹോപ്പായിരുന്നു. ആ സമയത്ത് എൻ്റെ പേഴ്സണൽ ബെസ്റ്റ് 1500 മീറ്ററിൻ്റെ 3:35 24 ആയിരുന്നു. 3:35.00 ഒളിമ്പിക്സ് ക്വാളിഫൈ മാർക്ക് ടോക്കിയോ ഒളിമ്പിക്സിനുള്ള. പക്ഷേ നിർഭാഗ്യം വെച്ച് കഴിഞ്ഞാൽ കോവിഡ് കാരണം ഒളിമ്പിക്സ് പോസ്റ്റ്പോൺ ചെയ്തു. ആ സമയത്തൊക്കെ റാങ്കിങ്ങിൽ നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻ ഒന്നും കിട്ടില്ല. യൂറോപ്പിലോ അവിടെയൊന്നും കോമ്പറ്റീഷൻ എല്ലാം കോവിഡ് കാരണം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ കോമ്പറ്റീഷൻ ചെയ്യുന്നത് 2022 ഫെഡറേഷൻ കപ്പാണ്. അതിലൊരു ബ്രോൺസ് മെഡലായിരുന്നു വന്നത്. ആ ബ്രോൺസ് മെഡൽ വരാൻ തന്നെ കാരണം തന്നെ ആ ഒരു ഗ്യാപ്പാണ്. അത്ലറ്റിക്സിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം എത്ര അച്ചീവ്മെൻറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ ഫിറ്റ്നസ് കുറച്ച് പോകുമ്പോഴത്തേനും നമ്മൾ പുറകോട്ടായി പോകും. അത്രയും ഹൈ ഫിറ്റ്നസ് ചെയ്യേണ്ട ഒരു ഇവൻ്റാണത്. പിന്നെ 2022 എനിക്ക് ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ സമയങ്ങളിലൊക്കെ എനിക്ക് റിലയൻസ് ഫൗണ്ടേഷൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുപോലെ AFIൻ്റെ സായിൻ്റെ ടോപ്പ് സ്കീമിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം 2023 ഫസ്റ്റ് ഗ്രാൻഡ് പ്രീ ട്രിവാൻഡ്രത്ത് വെച്ച് അതിൽ ഗോൾഡ് വന്നു. ഫെഡറേഷൻ കപ്പിൽ ഗോൾഡ് വന്നു. ഇൻ്റർ സ്റ്റേറ്റിൽ ഗോൾഡ് വന്നു. ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൻ്റെ ഒരു ദിവസം മുമ്പ് ഇഞ്ചുറി വന്നിട്ട് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് നന്നായി ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നെ ലാസ്റ്റ് എൻ്റെ ഓട്ടം ഹാങ്ജോയിൽ വെച്ച് നടന്ന ഏഷ്യൻ ഗെയിംസ് ആയിരുന്നു. അതിൽ ഇന്ത്യക്കായിട്ട് 3 മിനിറ്റ് 39 സെക്കൻഡിലോടി ബ്രോൺസ് മെഡൽ വിൻ ചെയ്യാൻ സാധിച്ചു. ഇതാണ് എൻ്റെ കരിയറിലെ ഒരു സ്റ്റാർട്ടിങ് ടു അവസാനം വരെയുള്ള ഒരു ജേണി.